വെൽക്കം ബാക്ക് ടു ഹല മോംസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കപ്സൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ചിക്കൻ കപ്സൻ്റെ റെസിപ്പിയാണ്. നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് എല്ലാം അറിയിക്കണം. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 kg ചിക്കൻ എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ പീസാണ്. അതിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ചിക്കൻ മസാല, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഓവർ മസാല ഒന്നും വേണ്ട, ഈ ഒരു ലെവലിൽ മാത്രം മതി മസാല. അപ്പോൾ ഇനി നമുക്കൊരു അരമണിക്കൂറോളം മാറ്റി വെക്കണം. ഈ മസാല ഒക്കെ ഒന്ന് ചിക്കനിലേക്ക് പിടിക്കട്ടെ. ആ സമയം നമ്മൾ ഒരു 2 തക്കാളിയും പിന്നെ ഒരു 10-12 വെളുത്തുള്ളിയും കൂടി എടുത്തിട്ട് ഒരുമിച്ചാട്ടോ മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുന്നത്. സെപ്പറേറ്റ് ഒന്നും അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തന്നെ അടിച്ചെടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് പണിയും കഴിയും, വേഗത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ 2 തക്കാളിയും ഇതുപോലെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നല്ലോണം പേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. തക്കാളി നമ്മൾ വെളുത്തുള്ളി എല്ലാം നല്ലോണം പേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഇനിയിപ്പോൾ ഒരു സോസ് പാൻ ഗ്യാസ്മേൽ വെച്ചിരിക്കണം. ഇനി അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഓയിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ ഏകദേശം 2 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുത്ത് അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടില്ല നമ്മളെ ചിക്കനെ ഓരോന്നാക്കിയിട്ട് ഇങ്ങനെ എണ്ണയിലേക്ക് ഇട്ടിട്ട് അങ്ങനെ അങ്ങോട്ട് പൊരിച്ചെടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഡീപ്പായിട്ടൊന്നും ഫ്രൈ ചെയ്യേണ്ട, ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്തിട്ടാൽ മതി. അപ്പോൾ ഒരു സൈഡ് ഞാനൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇങ്ങനത്തെ കബ്സ ഇതിലും മന്തിയിലും ഉണ്ടാക്കുമ്പോൾ ചിക്കന് കുറച്ച് വലിയ പീസാക്കിയിട്ട് എടുക്കാൻ നോക്കുക. അപ്പോഴാണ് ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറൊക്കെ നമുക്ക് കിട്ടുക ചിക്കനിലും. പിന്നെ കാണുമ്പോൾ തന്നെ ഒരു ഭംഗി കിട്ടണമെങ്കിൽ കുറച്ച് വലിയ പീസാക്കിയിട്ടൊക്കെ എടുക്കണം കേട്ടോ. അപ്പോൾ ചിക്കൻ 2 സൈഡും ഞാനിവിടെ ഫ്രൈ ചെയ്തിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ആ സെയിം ഓയിലിലേക്ക് തന്നെ നമ്മൾ ഒരു 2.5 ടേബിൾ സ്പൂണോളം നമ്മളെ പശു നെയ്യില്ലേ, മിൽമൻ്റെ ഗീ, അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു നല്ല സ്വാദിന് വേണ്ടിയിട്ടാണ്. നമ്മളെ ചോറൊക്കെ നല്ല സ്വാദുണ്ടായിരിക്കും. പിന്നെ അതിലേക്ക് ഞാനൊരു 10-12 മണിക്കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് ഞാൻ ഒരു സവാള, നമ്മളൊരു വലിയ ഉള്ളി കേട്ടോ, അതിങ്ങനെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് മുറിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത്യാവശ്യം വലിയ സവാളേനു കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക്, ഇത് എന്താ പറയുക, നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക. പക്ഷേ നമുക്ക് കുറച്ച് എരിവൊക്കെ ഉള്ളതാട്ടോ ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് പച്ചമുളക് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. അത് കട്ട് ചെയ്തിട്ടൊന്നുമില്ല, അതേപോലെ തന്നെ ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അതും കൂടി ഉണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. പിന്നെ ഞാനിത് ആദ്യം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മറന്ന സാധനങ്ങളാട്ടോ. അപ്പോൾ ഒരു 2 കഷ്ണം പട്ട, ഒരു 3 ഏലക്കായി, ഒരു 4 ഗ്രാമ്പു, ഇത്ര ഇട്ട് കൊടുക്കുക അതിലേക്ക്. എന്നിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തക്കാളിൻ്റെയും വെളുത്തുള്ളിൻ്റെയും പേസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ മാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി അതിലേക്ക് ഞാൻ ഈ ഒരു കഷ്ണം നമ്മളെ മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാ ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളതാണ് നമ്മളെ മാഗി ക്യൂബ്. അപ്പോൾ ഇത് എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ചേർത്ത് കൊടുക്കുക. നമ്മളെ മന്തി, കപ്സ അങ്ങനെയുള്ള ഐറ്റംസിലേക്കൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കേട്ടോ. ഇത് ഇടാണ്ടും ചെയ്യും, പക്ഷേ ഇത് ഇടാണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് അറബിക് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് നമ്മളെ ചിക്കൻ മസാല, അത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഇപ്പോൾ ഇത് നല്ലൊരു സ്മെല്ലെല്ലാം വരുന്നുണ്ട്.
ഇനി ഇതാ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോണത് നമ്മളെ ഡ്രൈഡ് ലെമൺ ഇല്ല, ഉണക്ക നാരങ്ങാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഉണക്ക നാരങ്ങ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളെ സാധാ നാരങ്ങയും ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയൊരു ഹോളെല്ലാം ഇട്ടിട്ട് അങ്ങനെ അങ്ങോട്ടേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാനിതിനും ഇതുപോലെ ഒരു വര ഇട്ട് കൊടുത്തിട്ടാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് എല്ലാം കൂടെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പം ഞാൻ ഈ ഒരു കപ്പിന് 1 കപ്പ് അരിയാട്ടോ എടുത്തത്. നമ്മളെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. കപ്സക്കൊക്കെ നമ്മൾ അങ്ങനത്തെ റൈസല്ലേ എടുക്കുക. അപ്പോൾ ഈ ഒരു കപ്പിന് 2 കപ്പ് വെള്ളം ഞാൻ മറ്റേ ഗ്യാസിൽ തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ചൂടുള്ള വെള്ളം കേട്ടോ ചേർത്ത് കൊടുക്കണത്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഈ സമയം നമ്മൾ ഇതിൽ ഉപ്പൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. നമ്മൾ ഇതുവരെ ഇതിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മാഗി ക്യൂബിലൊക്കെ ഓൾറെഡി ഉപ്പുണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ കേക്ക് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള ബസ്മതി റൈസാണ് ഇത്. അപ്പോൾ അത് നന്നായിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരി നമുക്ക് ഈ ചോറിലേക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, അരിയും വെള്ളം എടുക്കുമ്പോൾ അരിക്ക് കണക്കായിട്ടുള്ള വെള്ളം തന്നെ എടുക്കണം, അല്ലെങ്കിൽ നമ്മളെ കപ്സ ഒന്നായിട്ട് കഞ്ഞിയായി പോവും. അപ്പോൾ ഞാനിപ്പോൾ നോക്കിയപ്പോൾ കുറച്ചും കൂടി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ചും കൂടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ബേ ലീഫ് അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ടും നിങ്ങൾക്ക് ഫ്രൈ ചെയ്യാണ്ടേ ഇട്ട് കൊടുക്കുക, ഫ്രൈ ചെയ്തിട്ടും ഇട്ട് കൊടുക്കുക. പക്ഷെ ഫ്രൈ ചെയ്തിട്ട് ഇടുമ്പോഴാട്ടോ ഒന്നും കൂടി നല്ല ടേസ്റ്റ്, കഴിക്കാനൊക്കെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവാം. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിന് ഈ ഒരു മെത്തേഡിൽ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാനൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇതിലെ വെള്ളമെല്ലാം ഇനിയും വറ്റാനുണ്ട്. നമ്മളെ ചോറ് നന്നായിട്ടൊന്നും കൂടി കുക്കാവാനും ഉണ്ട്. ഇപ്പോൾ ഒരു 95% മാത്രമാണ് നമ്മളെ ചോറ് കുക്കായിട്ടുള്ളത്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കിയിട്ട് ഇതുപോലെ ഒന്നും കൂടി അടച്ച് വെച്ചിട്ട് വേണം ഇനി കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഏകദേശം നമ്മളെ ചോറെല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ചോറായിരുന്നു കേട്ടോ. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, എനിക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എല്ലാം ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.